ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗുലാബ് ജാമുന്റെ വീഡിയോ ആയിട്ടാണ്. അപ്പൊ ഇന്ന് എനിക്ക് 200 ഗുലാബ് ജാമുന്റെ ഓർഡർ ഉണ്ടായിരുന്നു. നോർമലി 10-15 ഗുലാബ് ജാമുൻ മാത്രമാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് 200 ഗുലാബ് ജാമുൻ ഒന്നിച്ച് ചെയ്യുന്നത്. നമ്മൾ ഈ ഗുലാബ് ജാമുൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണെങ്കിൽ ഇതിന്റെ ഡോ ഒന്നിച്ച് കുഴച്ച് വെക്കാൻ പാടില്ല. കാരണം നമ്മൾ ആദ്യത്തതൊക്കെ ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്ക് അതിന്റെ ബാക്കിയുള്ള ഡോ കുറച്ചൊന്ന് ഡ്രൈ ആയി പോകും. അപ്പൊ ഞാൻ ആദ്യം 8 കപ്പ് പാൽപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് 2 കപ്പ് മൈദ, 2.5 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സിറപ്പ് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഒരു പാനില് 8 കപ്പ് ഷുഗറും 8 കപ്പ് വെള്ളവും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ബോയിൽ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 8-10 ഏലക്കായും 1 ടീസ്പൂണ് റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരൽപ്പം നാരങ്ങാനീര് കൂടെ ചേർത്ത് കൊടുക്കാം. ഷുഗർ നല്ലോണം മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് കൂടെ നല്ലോണം തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഗുലാബ് ജാമുന്റെ ഡോ റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത് ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഡോ റെഡിയാക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന വിധത്തിൽ വേണം ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഗുലാബ് ജാമുന് കുറച്ചൊന്ന് ഹാർഡായി പോകും. 2 കപ്പ് പാൽ ഫുള്ളായിട്ട് തന്നെ ആവശ്യം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ഗുലാബ് ജാമുന് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ബാക്കിയുള്ള ഡോ കുറച്ചൊന്ന് ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് പാലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഈ ഗുലാബ് ജാമുന് ഫ്രൈ ചെയ്യുമ്പോൾ മാത്രം ഷേപ്പ് ചെയ്തെടുക്കുക. കൂടുതൽ ടൈം പുറത്ത് വെച്ചാൽ ഫ്രൈ ചെയ്യുമ്പോൾ ക്രാക്ക് വരാൻ ചാൻസ് ഉണ്ട്. കുറച്ചധികം ഗുലാബ് ജാമുൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണെങ്കിൽ 4 കപ്പ് വെച്ചിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളിത് ബാക്കിയുള്ളത് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ഈ ഡോ കുറച്ച് ഡ്രൈ ആയി പോകും. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമ്മളിത് ബോൾസ് ആക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഓയില് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാൻ വെക്കണം. എന്നിട്ട് ഈ ഓയിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം കരിഞ്ഞു പോയിട്ട് 2 കളറായിട്ട് മാറും. ഇനി ഇത് ഏകദേശം ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. നമുക്കിതിന് ചൂടോടെ തന്നെ ആ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്കിതൊരു നിക്കാഹിന്റെ ഓർഡർ കിട്ടിയതായിരുന്നു. അപ്പം ഞാനിത് ഡെലിവറി ചെയ്യുന്നതിന്റെ തലേന്ന് രാത്രി തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ബോക്സിൽ ആക്കിയിട്ട് കൊടുക്കുക ചെയ്തത്. നമ്മളിത് തലേന്ന് ചെയ്തു വെച്ചാലും ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം റൂം ടെമ്പറേച്ചറിൽ 2-3 ദിവസവും പിന്നെ ഫ്രിഡ്ജിൽ ഒരു 8-10 ദിവസമൊക്കെ ഇത് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. ഈ ഒരളവിൽ 155ഓളം ഗുലാബ് ജാമുന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം 3 കപ്പ് അളവിൽ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുത്തു. 3 കപ്പ് പാൽപ്പൊടിക്ക് 3/4 കപ്പ് മൈദയും 3 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് 3/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നേരത്തെ ചെയ്ത പോലെ ചെയ്തെടുത്തു. ഇനി ഇതുപോലെ 3 ബോക്സിലാക്കിയിട്ട് കൊടുക്കുക. 2 എണ്ണത്തിൽ 68ഉം പിന്നെ 1-ൽ 69, അങ്ങനെ ടോട്ടൽ 205 ഗുലാബ് ജാമുന് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിനി ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ തന്നെ കൊടുക്കുന്ന ടൈമിൽ ചെറുതായി ചൂടാക്കിയിട്ട് ആ തണുപ്പൊന്ന് മാറ്റിയിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.